ഉത്തർപ്രദേശിൻ്റെ തനതായ ഒരു സ്വീറ്റ്സിൽപ്പെട്ട ഒരു സാധനമാണ് മലായോ അല്ലെങ്കിൽ മലായി മക്കാൻ എന്നറിയപ്പെടുന്ന ഒരു സ്വീറ്റ്സ്. അപ്പോൾ ഇത് പിന്നെ വാരണാസിയിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ വാരണാസിയിലെ ഗലിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല സാധനം വാങ്ങി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ചേരുന്ന വെച്ചാൽ മിൽക്ക് ക്രീമും കുങ്കുമപ്പൂവ് അതുപോലെ തന്നെ ഏലക്ക പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇത്തരം സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മിൽക്കിൻ്റെ പ്രോഡക്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ്. വായിൽ വെച്ചാൽ തന്നെ അലിഞ്ഞു പോകുന്ന നല്ല മധുരമുള്ള ഒരു സാധനം. ഇതിൻ്റെ രുചി ഒരു പ്രത്യേക രുചിയാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്വീറ്റ്സാണ് ഇതിൽ ഉള്ളത്. കാമധേനു മിൽക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത്. അവിടെ ഇരിക്കുന്ന ആള് വലിയൊരു പാത്രവും വെച്ചിരിപ്പുണ്ട്. ആദ്യത്തെ ഒരു പാത്രം കഴിഞ്ഞു, രണ്ടാമത്തെ പാത്രം നമ്മൾ പോയപ്പോൾ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അയാളവിടെ അങ്ങനെ ഇരുന്ന് കോരി കൊടുക്കുന്നുണ്ട്. നിറച്ച ആളുകൾ നല്ല ക്യൂ പോലെ നിൽപ്പുണ്ട്. നമ്മൾ കൈ നീട്ടിയിട്ട് ഒരിക്കലും കിട്ടുന്നില്ല. ആള് ഇടയ്ക്കിടയ്ക്ക് വർത്തമാനം പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ വായിൽ എപ്പോഴും തമ്പാക്കും അതുപോലെ തന്നെ പാൻകരാക്കും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. ഇതിലേക്ക് തെറിച്ച് വീഴുന്നു എന്നുള്ള ഒരു വൃത്തിക്കേട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ എന്നാലും വാങ്ങി കഴിക്കുന്ന ആളുകൾക്ക് കുറവില്ല. ഇത് വാരണാസിയിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക സ്വീറ്റ്സാണ്. ഇതിൻ്റെ ജന്മനാടും ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ കാൺപൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിന് വില വന്നിട്ട് 60 രൂപയേ ഉള്ളൂ. ആ ഒരു മൺചട്ടി പോലത്തെ ചെറിയ പാത്രത്തിനകത്ത് കിട്ടുന്ന ആ സാധനം. ഇതിന് ഈ വാരണാസിയുടെ ഗല്ലികൾ പോലെയുള്ള ഈ ഇടവഴികളുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇവരുടെ ഒരു പിന്നെ വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കുന്ന അല്ല അവിടെ വെച്ച് തന്നെ സെയിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് ഈ മിൽക്ക് കൊണ്ടിട്ടുള്ളൊരു ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ അപാര ടേസ്റ്റാണ് ഇതിന്. കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്താലേ ഈ സാധനം കിട്ടുകയുള്ളൂ. കാരണം ഇതിന് അത്രയും ഡിമാൻഡുണ്ട്. ഒരുപാട് ഷോപ്പുകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇവിടേക്ക് ലാസ്റ്റ് നമുക്ക് ഒരെണ്ണം കിട്ടി. പക്ഷേ നമ്മൾ നേരത്തെ വന്ന് നിന്നോ എന്ന് അയാൾക്ക് ചെറിയൊരു സംശയമുണ്ട്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടി. ആ കോരി കൊടുക്കുന്ന മൺപാത്രം ഒരിക്കൽ മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് മണ്ണിൽ ചൂടാത്ത മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പാത്രമാണ്. എന്തായാലും വായ നിറച്ച് പുകയിലയും ചോദിച്ചുകൊണ്ട് അയാളുടേതായ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു കപ്പ് പിന്നെ മലായി ഞങ്ങൾ നന്നായിട്ട് ടേസ്റ്റ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റാണ്. വാരണാസി പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വാരണാസിയിലെ തെരുവ് കച്ചവടങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭവമാണ് മോമോസ്. ഈ മോമോസ് ഇവരുടെ വൃത്തിയുടെ കാര്യത്തിൽ കുറവില്ലെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അപാര രുചിയാണ്. ഭായിമാരുണ്ടാക്കുന്നത് കൊണ്ടാണോ അതോ ഇവരുടെ വായു നിറച്ച് തമ്പാക്കും പാൻ മസാലയും ഒക്കെ ചേർത്ത് ചവച്ചുകൊണ്ട് വളരെ ആസ്വാദകരമായി നിർമ്മിക്കുന്നത് കൊണ്ട് എന്താണോ വല്ലാത്ത ടേസ്റ്റാണ്. ഒരു ഭാഗത്ത് ഫ്രൈ ചെയ്യുന്ന മോമോസ് ഉണ്ട്, ഒരു ഭാഗത്ത് സ്റ്റീം ചെയ്യുന്ന മോമോസ് ഉണ്ട്. വളരെ വിലക്കുറവാണ്. ആർക്കും വാങ്ങി കഴിക്കാൻ പറ്റുന്ന വിലയെ ഈ സ്ട്രീറ്റ് ഫുഡുകൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ധാരാളം പേര് ഈ ഫുഡ് ആശ്രയിക്കുന്ന ആളുകളുണ്ട്. വലിയ വലിയ ഹോട്ടലുകൾക്ക് വാരണാസിയിലെ തെരുവോരങ്ങളിൽ വളരെ പ്രസക്തിയൊന്നുമില്ല. ഇവിടെ 5 പീസ് സ്റ്റീം ചെയ്തിട്ടുള്ള മോമോസിന് വെറും 32 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ 5 പീസിനൊക്കെ ഏകദേശം 100 രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ധാരാളം കച്ചവടക്കാർ ഇവിടെ സജീവമായിട്ട് തന്നെ വാരണാസിയിലെ കവലകളിലുണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി. ആർക്കും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നതിന് വളരെ വിലയൊന്നും ആവത്തില്ല. കുറച്ച് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എല്ലാ ഫുഡുകളും അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളും വാങ്ങി ഒരു 5 പീസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൃത്തി വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. എങ്കിലും രുചിക്ക് യാതൊരു കുറവുമില്ല. പ്രത്യേകിച്ച് അവരുടെ ആ റെഡ് കളറിൽ തന്ന ആ മസാലക്ക് അല്ലെങ്കിൽ ആ ചട്നി പോലെ ഇരിക്കുന്ന സാധനത്തിന് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ വാങ്ങി കഴിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വാരണാസി പോകുന്നവർ തീർച്ചയായും ട്രൈ ചെയ്യണം.